അല്ലാഹു പറയുന്ന കാര്യങ്ങൾ, അല്ലാഹു പറഞ്ഞു തരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള 5 വഴികളാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ആ 5 വഴികളിൽ ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ഒരുപാട് പേരുടെ മയ്യത്തുകൾ കണ്ട, ഒരുപാട് ജനാസകൾ കണ്ട, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കിയിട്ടുള്ള ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ, ചിലരുടെ മയ്യത്ത് കാണുമ്പോൾ നിനക്ക് തന്നെ കൊതി തോന്നുമല്ലോ, നീ തന്നെ പറയുമല്ലോ എന്തൊരു പുഞ്ചിരിയാണ്, എന്തൊരു പ്രകാശമാണ്, മരിച്ചെന്ന് പറയില്ലല്ലോ, അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന എത്രയോ മയ്യത്തുകൾ കണ്ടവനാ. എങ്കിലും കാണാ പേടിച്ചു പോയ പല മയ്യത്തുകളും നീ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കരുണ വേണോ, അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅഖീമുസ് സ്വലാത വആതുസ് സകാത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു കാര്യം അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ എഴുതിയ കിതാബ് വാങ്ങണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണമല്ലോ. നരകത്തിന്റെ തീയുണ്ടല്ലോ, പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച 3000 കൊല്ലം കത്തിച്ച മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ അദാബ് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഭയാനകമായ നരകമുണ്ടല്ലോ, ലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞ ആ സ്വർഗത്തിൽ പോകണമെങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യം വേണമല്ലോ. അതിന് തെളിവായിട്ട് പ്രവാചകൻ 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ പറഞ്ഞ 5 സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണം. അല്ലാഹുവിന്റെ കരുണ ലഭിക്കണമെങ്കിൽ 5 കാര്യം ചെയ്യണം. ആ 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം അല്ലാഹു വിളിക്കുന്നു, വാ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് നിസ്കരിക്കാ പള്ളിയിലേക്ക് വിളിക്കുമ്പോ ഈ പള്ളിയിലേക്ക് കടന്നു പോയിട്ട് 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു കരുണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ചവനെ, ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാണ്. അവനാരാ? അവനാരാ? അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നതാരാ? മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയിൽ കയറാ പലർക്കും മടിയാട്. പള്ളിയുടെ മുന്നിലിരുന്നാൽ കേറൂല, നിസ്കാരത്തിന്റെ ശബ്ദം വെളിയിലിരിക്കുമ്പോ നിനക്ക് കേൾക്കാ. എന്നാലും പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം റജബ് 27-ന് നോമ്പ് പിടിച്ചവരല്ലേ, നിസ്കാരത്തിന്റെ വാർഷികമായിരുന്നല്ലോ, നിസ്കാരത്തിന്റെ വാർഷികമായിരുന്നല്ലോ. ആ നമസ്കാരത്തിന്റെ മാസം കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മാസം കഴിഞ്ഞു. മുത്തുനബിയുടെ മാസമാണ്, റമളാൻ മാസം കടന്നു വരികയാണ്. ഒന്ന് നന്നാകണമെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ല. അല്ലാഹുവിന്റെ കാരുണ്യം വേണോ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിന്റെ നാവ് പൊങ്ങണോ? നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിലധികം പേര് നിസ്കരിക്കുന്നവരാണ്. നിങ്ങളിലധികം പേര് നിസ്കരിക്കുന്നവരാണ് നല്ലവരാണ്. നിങ്ങൾ മാത്രം പടച്ചവനെ നിസ്കരിച്ചാ മതിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയുവോ? അതാ അവിടെന്ന് ഖുർആൻ പറഞ്ഞത് നീ ഒറ്റയ്ക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞത് നീ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണേ. അള്ളാന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞത് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി പള്ളിയിൽ പോയി 5 നേരം നിസ്കരിച്ചാൽ മതി. നിനക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. മരിക്കുമ്പോ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനും കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് 5 വഖത്ത് നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേര് കൈവക്കും? ഇന്ന് 5 വഖത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചവര്, ഞാൻ കൈവക്കാൻ പറയണില്ല കാരണം എനിക്ക് നാണം കെടാൻ വയ്യ. ഇന്നത്തെ 5 വഖത്ത് സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ 5 വഖത്തും ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാ നമ്മളിൽ എത്ര പേര് കൈവക്കും? എന്റെ നിനക്ക് തിരക്കെന്ത്? നിനക്ക് നിസ്കാരം ജമാഅത്തൊന്നും ഇല്ലേ? എന്റെ ജമാഅത്തായുള്ള നിസ്കാരം നിനക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കും, ഭാര്യയും മക്കളെ നിസ്കരിപ്പിക്കാറില്ല. സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വാപ്പ, നിനക്കറിയാം 7 വയസ്സായ മകനോട് അല്ലെങ്കിൽ മകളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലുന്ന ഏത് വാപ്പയുള്ള? നിങ്ങൾ ചിന്തിച്ചേക്ക്. എടാ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലുന്ന ഏത് വാപ്പയാ ഉള്ള? നിങ്ങൾ ആലോചിക്ക്. പടച്ചവനെ, ഇന്ന് വരെ ഒരു വാപ്പയും തല്ലിയിട്ടുണ്ടാവില്ല, ഈ സദസ്സിരിക്കണ ഒരു വാപ്പയും. എന്നാ വേറെ പല കാര്യങ്ങൾക്കും മക്കളെ തല്ലി, എന്നാ നിസ്കരിക്കാത്തതിന്റെ പേരിൽ തല്ലൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അത് 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇവിടെ 18 വയസ്സുകാരൻ വീടിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. വാപ്പ തല്ലാറുണ്ടോ? ഉമ്മ തല്ലാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വാപ്പ എങ്ങനെ ആകണമെന്ന് ഉമർ തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബാധ്യത കഴിഞ്ഞു, അവനായി അവന്റെ പാടായി, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവനായി അവന്റെ പാടായി. അങ്ങനല്ല വാപ്പ. നീ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നിന്റെ അടുത്ത റൂമിൽ കിടക്കുന്ന പ്രായപൂർത്തിയായ മകനെയും മകളെയും നീ വിളിച്ചുണർത്തണം. ഇനി കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അപ്പോഴും വിടരുത്, പോയി വിളിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു വിട്ട പൊന്നുമോള് മണിയറയ്ക്കകത്ത് കിടക്കാം ഭർത്താവിന്റെ കൂടെ, എന്നാലും വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. അതാ വാപ്പ. കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് മുത്തുനബി വിളിക്കുമായിരുന്നു നിസ്കരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സുബഹിക്ക് പടച്ചവനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന വാപ്പയോട് എനിക്ക് പറയാനുള്ളത്, വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ഭാര്യയെയും വിളിച്ചുണർത്തണം, മക്കളെയും വിളിച്ചുണർത്തണം. വിളിച്ചുണർത്തിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? പടച്ചവരെ, ഭാര്യയെയും മക്കളെയും നിസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഒരു കുടുംബത്തിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളുടെ റൂമിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. തന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് തന്റെ മക്കളുടെ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. തന്റെ മക്കൾ ഉറങ്ങുകയാണ്, നിസ്കരിക്കാൻ എഴുന്നേക്കുന്നില്ല. ആ സമയത്ത് വാപ്പ തന്റെ മക്കളുടെ ചാരത്ത് പോയിരിക്കും. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതുകയാണ്. ഉറങ്ങുന്ന മക്കളുടെ ചാരത്ത് നിസ്കരിക്കാൻ വിളിച്ച
എഴുന്നേക്കാത്ത മക്കളുടെ ചാരത്ത് ഒരു പിതാവ് ചെന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഓതിക്കൊടുക്കുവാപ്പാ, ഈ ആയത്ത് നിന്റെ പൊന്നാര മക്കളുടെ ചെവിയിലും ഓതിക്കൊടുക്ക്. ഏത് മോനും വിശ്വാസമുണ്ടോ? മരിക്കേണ്ടവനാണെന്നുള്ള വിശ്വാസമുണ്ടോ? ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവനാണെന്നുള്ള വിശ്വാസമുണ്ടോ? എങ്കിൽ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് നാളെ മുതൽ സുബഹിക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് മക്കളോട് പറയണം, എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇല്ല വാപ്പാ, ഇല്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടക്കുന്ന മക്കളുടെ ചെവിയിൽ അവിടുന്ന് ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഓതിക്കൊടുക്കേണ്ട ആയത്തേതെന്നറിയുമോ? ഓതിക്കൊടുക്കേണ്ട ആയത്തേതെന്നറിയുമോ? ഈ ആയത്ത് ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഈ ആയത്തിന്റെ അകത്ത് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? വാപ്പാ നേരെ ഇരുന്ന് കേൾക്കു വാപ്പാ. ഈ സദസ്സിലിരിക്കുന്ന പല വാപ്പമാരും പല ചെറുപ്പക്കാരും ഉസ്താദേ കച്ചവടമൊക്കെ വല്ലാതെ തകർന്നിരിക്കുകയാണ്. ഗൾഫ് മുഴുവനും തകർന്നു. പടച്ചവനെ കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് പോലും പൈസ കൊടുക്കാറില്ല. വല്ലാത്ത പ്രതിസന്ധിയിലോ. എങ്ങനെയാണ് മക്കളെ പോറ്റി വളർത്തുന്നത്? എങ്ങനെയാണ് മക്കളുടെ വിവാഹം നടത്തുന്നത്? അല്ലാഹുവേ, വല്ലാത്ത പ്രയാസം പറയുന്നവര് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ഏതെങ്കിലും ഒരു വാപ്പാ, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ്, അല്ലാഹുവേ, രാവിലെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് 18 വയസ്സ് തികഞ്ഞ പൊന്നുമോളെ, മോളെ നിസ്കാരം നിർബന്ധമാ, മോളെ നിസ്കാരം നിർബന്ധമാ, എഴുന്നേക്കടി പൊന്നുമോള്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കിടപ്പറക്കകത്ത് കിടന്നുറങ്ങുന്ന മക്കളുടെ വീടിന്റെ കവാടത്തിൽ ചെന്നിട്ട് അതാ അവിടുന്ന് തട്ടികെട്ട് വിളിക്കുന്നു, മോളെ എഴുന്നേക്ക് മോളെ, നിസ്കരിക്കാതെ ഈ വീടിന്റെ അകത്ത് കിടന്നുറങ്ങല് എന്ന് പറഞ്ഞുകൊണ്ട് മകളെയും മരുമകനെയും നിസ്കരിക്കാർ വിളിച്ചുണർത്തുന്ന ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ആയത്ത് പഠിച്ചോ. ഈമാൻ ഉണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി ഇവിടെ ഇരുന്നിട്ട് നാളെ മുതൽ ഓതാൻ ഈ ആയത്ത് പഠിച്ചോ. സൂറത്തു ത്വാഹയാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ. ആ സൂറത്തു ത്വാഹയുടെ 136ാമത്തെ ആയത്തെടുത്ത് പഠിച്ചു വെച്ചോ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അല്ലാഹുവേ, ഉമർ തങ്ങൾ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാ. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പഠിച്ചു വെച്ചോ. ഏത് നിസ്കരിക്കാതെ കിടങ്ങുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ചാരത്ത് ചെന്നിട്ട് നാളെ മുതൽ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കോ? മടിവല്ലോ ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു കൊടുക്കോ? ഈ ആയത്ത് നീ ഓതിക്കൊടുത്താൽ നിനക്കും അല്ലാഹു തരും. നീ പേടിക്കണ്ട. ഓതുന്ന നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും നിന്റെ മക്കൾക്കും അല്ലാഹു തരുന്ന പ്രതിഫലം, നിന്റെ കുടുംബത്തിന് അല്ലാഹു തരുന്ന പ്രതിഫലം. ഖുർആനാ പറഞ്ഞ, ഹദീസല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? നീ 10 വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കും, മോനേടാ പഠിക്കടാ, പരീക്ഷ 10ാം ക്ലാസ് തുറക്കുന്നതിന് മുമ്പേ. 10ാം ക്ലാസ് ഇപ്പൊ പരീക്ഷ കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ഇപ്പൊ 10ാം ക്ലാസിന്റെ പരീക്ഷ. 10ാം ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞു. ഇപ്പൊ വെക്കേഷനാ. ഇപ്പൊ എന്താ പരിപാടി? വെക്കേഷൻ. ഇപ്പൊ വാപ്പായും ഉമ്മായും ചെയ്യുന്ന എന്തിനാ? റോഡിന്റെ സൈഡിൽ 2 ബെഞ്ചും ഡെസ്കും പിടിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക, കുറച്ച് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുവച്ചിട്ട് ബിസിനസ് പണക്കാരനാക്കാൻ നോക്കാൻ നീ. ഇന്ന് വാപ്പയിന്ന് എന്താ? ചെറിയ മക്കള് 10ഓ 12ഓ വയസ്സേ ഉള്ളൂ, അവനെ കൊണ്ടുപോയി റോഡിന്റെ ചാരത്തിരുന്നിട്ട് അംബാനിയാക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ അല്ലേ? അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലേ? ഇന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ 10ാം ക്ലാസ് ഒക്കെ വരുന്നു, ഇപ്പൊ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, സ്കൂള് തുറന്നില്ല. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, തോക്കിനകത്ത് കയറി വെടിവെക്കുക. 10ാം ക്ലാസ്സില് ഇനി സ്കൂള് തുറന്ന് പഠിപ്പിക്കണ്ട, സാറന്മാര് പഠിപ്പിക്കുന്നതിന് മുമ്പ് ട്യൂഷന് വിട്ടു തുടങ്ങും. ഇപ്പം കൊടുത്തേ ഈ വെക്കേഷന്റെ സമയം സ്കൂള് തുറക്കുന്നതിന് മുമ്പ് എന്തിനാ മക്കളോട് പറഞ്ഞു കൊടുക്കും, നല്ലപോലെ പഠിക്കണം, മൊത്തം A+ വാങ്ങണം, A+ വാങ്ങിച്ച് ജയിച്ചാലേ നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ, നല്ല ജോലി കിട്ടത്തുള്ളൂ, നല്ല പൈസ കിട്ടത്തുള്ളൂ, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തുള്ളൂ, എല്ലാം എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? എങ്കിലും വാപ്പ നിനക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമല്ല, വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ലാ നസ്അലുക റിസ്കാ, മോനെ നിനക്ക് നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട. അല്ലാഹു പറയുന്നു, നിന്റെ ഭക്ഷണം തേടിയിട്ട് നീ നടക്കണ്ട, നിന്റെ റിസ്ക് തേടിയിട്ട് നീ നടക്കണ്ട. റിസ്ക് തരുന്നവൻ ഞാനാ, ഭക്ഷണം തരുന്നവൻ ഞാനാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവാ പറഞ്ഞത്, അല്ലാഹുവാണ് പറയുന്നത്. അല്ലാഹുവേ, നിസ്കരിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളെ മക്കളെ വിളിച്ചുണർത്തിയ അല്ലാഹു പറയുന്നു, വാപ്പാ പൊന്നുമകന്റെ അടുക്ക പറഞ്ഞു കൊടുക്കണം, എടാ ടെൻഷൻ അടിക്കണ്ട, നീ കിടന്നു പരക്കമ്പായണ്ടോ, നീ കിടന്നു നെട്ടോട്ടമോടണ്ടോ, നീ തലകുത്തി നിന്ന് പഠിക്കണ്ട. എന്റെ പ്രിയമുള്ളവനെ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മോനെ മരിക്കുന്ന കാലം വരെ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരാമെന്ന് നിന്നെ പടച്ച അല്ലാഹുവാ പറഞ്ഞത്. അല്ലാഹുവാണ് പറയുന്നത്, എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല, എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല. അല്ലാഹു പറഞ്ഞു, സിറാജേ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. 5 നേരം നീ നിസ്കരിക്കണ്, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിക്കട്. അങ്ങനെ നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരാളാ. എടാ സിറാജേ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ. കാരണം നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാനാണ് റിസ്ക് തരുന്നത്. പറഞ്ഞു കൊടുക്കണം ബാപ്പാ, പറഞ്ഞു കൊടുക്കണം ബാപ്പാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ മക്കൾക്കും അല്ലാഹു ഭക്ഷണം തരും. പറഞ്ഞത് അല്ലാഹുവാണ്, അല്ലാഹു പറഞ്ഞ വാക്കു പാലിക്കുന്നവരാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നീ 5 നേരം നിസ്കരിക്കണം. നിന്റെ കുടുംബത്തെ നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്കും മക്കൾക്കും ഉള്ളത് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് വിശ്വസിക്കാൻ വയ്യേ? എന്ത് വിശ്വസിക്കാൻ ഒരു മടി? അല്ലാഹു പറയുന്നു, നീ 5 നേരം നിസ്കരിക്കണം, നിന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണം. ഇങ്ങനെ ചെയ്താ ഞാനാ റിസ്ക് തരുന്നേ, നീയല്ല. നീ വിചാരിക്കും നീ ജോലിക്ക് പോയാലേ നിന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. നീ വിചാരിക്കുന്നത് സിറാജ് വാദിന് പോയാലേ, അല്ലെങ്കിൽ പള്ളി ജോലിക്ക് പോയാലേ, അല്ലെങ്കിൽ നീ കടയിൽ പോയി ശരീവക്ക യൂസഫക്ക കടയിൽ പോയി ഇരുന്നാലേ എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് രോഗം പിടിച്ചടക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നും വേണ്ട. നമുക്ക് അങ്ങനെ വിശ്വാസം വേണ്ട, അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ലാഹ് എനിക്കുള്ളത് മൊത്തം എഴുതി വെച്ചിരിക്കുക. ഇനിയിപ്പോ മാറ്റാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമാണ് മാറ്റേണ്ടത്. നമുക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടാനുള്ള പൈസ എഴുതി വെച്ചിട്ടുണ്ട്. അത് അല്ലാഹ് എഴുതി വെച്ചത്, അത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നീ നിന്റെ വിശ്വാസം മാറ്റ്. ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് കരുതുന്ന മനുഷ്യ, നീ മരിച്ചുപോയ നിന്റെ മോളെ ആര് കെട്ടിക്കും? നീ മരിച്ചുപോയാൽ നിന്റെ പെണ്ണുപിള്ളക്ക് ആര് ചിലവന് കൊടുക്കും? അല്ലാഹ് കൊടുക്കും. ആ അല്ലാഹ് തന്നെയാ പറഞ്ഞേ, 5 നേരം നീ നിസ്കരിക്ക്, ഭാര്യയും മക്കളെയും വിളിച്ചുണർത്ത് നിസ്കരിപ്പിക്ക്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് അന്നം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പ, ഇതാണ് വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെങ്ങനെ വാപ്പ പറയോ? ഏതെങ്കിലും ഉമ്മ പറയോ? അതെങ്ങനെ പറയാനാ? ഏത് വാപ്പയ്ക്കാ ധൈര്യമുള്ളത്? അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുകാരനെ പോയി വിളിച്ചിട്ട്, എഴുന്നേറ്റ് പള്ളിയിൽ പോടാ. മോൻ പറയാം, ആദ്യം നിങ്ങളൊന്ന് പോകും,
ഏത് വാപ്പയ്ക്കാ പോയി പറയാൻ അവകാശമുള്ളത്? നിനക്ക് അവകാശമില്ല, കാരണം നീ പോകാറില്ല. നിന്നെ ചെറുപ്പം മുതലേ കണ്ടാ പഠിച്ച ഈ മോള് ഉമ്മ നിസ്കരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോയി പറയാൻ? എന്താ പറയാ, രണ്ടിനെ ഒരു വണ്ടിക്ക് കെട്ടാൻ പറ്റും? അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയില്ല സഹോദരങ്ങളെ. നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മനുഷ്യ, ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരും ബാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നിനക്കൊരു നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? എപ്പോഴും പറയും ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടിരിക്കുമ്പോഴാണ്. എന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ വെള്ളം കുടിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിനക്കൊരു നല്ല മരണം വേണോ? നിനക്കൊരു നല്ല മരണം വേണോ? നാളെ മക്കളോട് പറയണം, എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ചിരിക്കുന്ന മുഖത്തോടെയുള്ള യാത്രയാ, സ്വർഗം കണ്ടിട്ടുള്ള മരണമാ. നിന്നെ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാറുള്ള ഭാഗ്യമാ. പറഞ്ഞു കൊടുക്കാൻ കഴിയണം ചെറുപ്പക്കാരാ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നെല്ലാവരും പടച്ചവനെ ഫുട്ബോൾ കളി നടക്കുമ്പോ പാതിരാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ പടച്ചവനെ ഫുട്ബോൾ കളി കണ്ടിട്ട് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന യുവത്വേ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് നടക്കുന്ന യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിക്കടാ. ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് കൊതിയില്ലേ മോന്? നിന്നെ പോലെ എത്രയോ ചെറുപ്പക്കാര് വികാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ഒരുപാട് പ്രതീക്ഷകളുമായി കഴിഞ്ഞ എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്കറിയാ. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നടാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി പടച്ചവനെ തൂക്കുമരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. തൂക്കുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. പടച്ചവനെ താഴെ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാ. അവിടെന്ന് പറഞ്ഞു, ഹുബൈബേ, എന്തിനാ ചെറുപ്രായത്തിൽ മരിക്കുന്നത്? എന്തിനാടാ വെറുതെ ചാകുന്നത്? നീ എങ്ങനെയെങ്കിലും പുതിയ മതത്തിൽ നിന്നൊന്ന് തിരിഞ്ഞു വരുവോ? നിനക്ക് ഞങ്ങൾ പണം തരാ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാ, ഏത് സുന്ദരിയായ പെണ്ണിനെയും നിനക്ക് വിവാഹം കഴിച്ചു തരാ. എന്തിനാ ചാകുന്നത്? ഇറങ്ങി വാടാ. കൂടെ പഠിച്ച സഹപാഠികൾ മുഴുവനും ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കുമ്പോ, എനിക്ക് അല്ലാഹുവാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിന്റെ മുന്നിൽ ഹുബൈബ് നിൽക്കുകയാണ്. അവസാനം അവര് പറഞ്ഞു, ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഓഫർ നിനക്ക് തരാ. നീ മതമൊന്നും മാറണ്ട, നിന്റെ നേതാവിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറ. അതിന് ഹുബൈബ് തയ്യാറായില്ല. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവസാന തൂക്കി കൊല്ലാ സമയമായപ്പോ ഖുറൈശികൾ പറഞ്ഞു, ഹുബൈബേ, കൊല്ലാ പോവുകയാണ്, നിന്നെ കൊല്ലാ പോകുകയാണ്. ചാകുന്നതിന് മുമ്പ് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ ഹുബൈബ്, ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് ഉമ്മാനെ കാണണമെന്നല്ല, വാപ്പയെ കാണണമെന്നല്ല, പടച്ചവനെ എന്റെ ജീവന് തിരിച്ചു തരണമെന്നല്ല. ഹുബൈബ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം.
നിസ്കരിക്കാൻ ഒരവസരം തരുവോ? എനിക്ക് അല്ലാഹുവിനോടൊന്ന് സംസാരിക്കണം. എന്നെ പടച്ച ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ കാരുണ്യത്തിന്റെ കടലായ എന്റെ ഉമ്മയെക്കാൾ എന്റെ വാപ്പയെക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് ആ റബ്ബിനെ ഒന്ന് കാണണം, എനിക്ക് ആ റബ്ബിനോടൊന്ന് സംസാരിക്കണം. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാ. പടച്ചവര് അവിടെ നിന്ന് ഒതുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നിസ്കരിച്ചത്. ചെറിയ സൂറത്താണ് ഓതിയത്, ചെറിയ സൂറത്താണ് ഓതിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈബ് ഇരുന്ന് കരയുകയാ. സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാ സാധാരണ നിസ്കരിക്കാറുള്ളത്, വലിയ സൂറത്തുകൾ ഓതിയിട്ടേ നിസ്കരിക്കാറുള്ളൂ. ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കേണ്ടത് കുൽഹു വല്ലാഹു ഓതിയിട്ടല്ല, സൂറത്തുൽ കൗസർ ഓതിയിട്ടല്ല, ഖുർആൻ ഓതാൻ അറിയാത്തവരുടെ കാര്യമല്ല. വാപ്പാ വലിയ സൂറത്തുകൾ ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിനക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, ഒരുപാട് കിടന്ന് സക്കറാത്തിന്റെ വരി വലിക്കണ്ട. 3-4 ദിവസം കിടന്ന് വലിക്കുന്നവരെ കാണാ. ഇപ്പൊ തീരുമെന്ന് പറഞ്ഞ് കുടുംബക്കാരെ മുഴുവനും ലീവ് എടുത്തിട്ട് വീടിന്റെ പരിസരത്തിൽ ഉറക്ക ഒഴിച്ചിട്ട് വന്ന് കാത്തു നിന്നിട്ട് മരിക്കാതെ വരുമ്പോ അവസാനം അവിടെ നിന്ന് വെറുപ്പോടെ ഇറങ്ങി പോകുന്ന രംഗം കാണുന്നവരല്ലേ. വാപ്പാ നിനക്കറിയുന്ന, ചെറുപ്പക്കാരാ നിനക്കറിയുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്താണോ, ഏത് വലിയ സൂറത്താണോ നിനക്കറിയുന്നത്, അത് ഓതിയിട്ട് നിസ്കരിക്കും മോനെ, അത് ഓതിയിട്ട് നിസ്കരിക്കും പെങ്ങള്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവരോട് പറയുന്നു, നാഥാ ഞാൻ ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിച്ചത്. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, വലിയ സൂറത്ത് ഓതണമെന്ന് ഹുബൈബിന് ആഗ്രഹമുണ്ട് തമ്പുരാര്. പക്ഷേ എന്റെ നിസ്കാരം എങ്ങാനും നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവന്മാര് വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചത്. എന്നിട്ട് തൂക്കുമരത്തിന്റെ മുമ്പിലേക്ക് കയറി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ അവിടെ നിന്ന് തൂക്കിക്കൊല്ലുകയാ. അല്ലാഹുവേ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ ചെറുപ്പക്കാരാ മോനെ പഠിക്കണമടാ ഹുബൈബ് ഇബ്നു അദിയാരാ. അവസാന തൂക്കുമരത്തിന്റെ മുന്നിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിച്ചിട്ട് അവിടെ നിന്ന് റബ്ബേ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുമ്പോ ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് മരണത്തോട് മല്ലടിക്കുമ്പോ അതാ തൂക്കുമരത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കളെ മുഴുവനും അവിടെ നിന്നുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ ഹുബൈബിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. പടച്ചുറപ്പിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ഹുബൈബിനോട് പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. തൂക്കുമരത്തിൽ കിടന്ന് അതാ ആടുന്ന സമയത്ത് മലക്കുകൾ പറയുന്നു, ഹുബൈബേ
ആകാശ ലോകത്തിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ട് കൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? എല്ലാവരും ചിരിക്കുന്ന മുഖത്തോട് അതാ കാത്തു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? എന്തിനാണെന്നറിയുവോ ഹുബൈബേ? നിന്റെ റൂഹിനെ സ്വീകരിക്കാനാ, നിന്നെ കൊണ്ടുപോകാനാ. അതുകൊണ്ട് കരയല്ല്, വേദനിക്കല്ല്, പ്രയാസപ്പെടണ്ട എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതിക്കൊടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവനെ ജനാസ അവിടുന്ന് അഴിച്ചിറക്കുന്നില്ല, തൂക്കുമരത്തിൽ തന്നെ കെട്ടിക്കെട്ടിരിക്കുകയാണ്. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ ആരെങ്കിലും പോയി ഹുബൈബിന്റെ ജനാസയൊന്ന് കൊണ്ടുവാ സഹാബ, നമുക്ക് കബറടക്കണ്ടേ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് പറയുകയാ, ആരാ കൊണ്ടുവരുന്നത്? ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത് ആരാണ്? ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരാൻ നബിയേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരുമ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുവോ? ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുകയാണ്, ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് റബ്ബേ ഒരു പെണ്ണോടി വരികയാ. സുന്ദരിയായ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവിടെന്ന് പറയുന്ന, ഹുബൈബിന്റെ തല എനിക്ക് തരണേ, ഈ ഹുബൈബിന്റെ തല എനിക്ക് തരണേ. എന്തിനാണെന്നറിയോ? ഇവന്റെ തലയോട്ടിയിൽ കള്ളൊടിച്ചു കുടിക്കാനാ. ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം. എന്തിനെന്നറിയുവോ? ഇവന്റെ തലയോട്ടി വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ അകത്ത് കള്ളൊടിച്ച് കുടിക്കാമെന്ന് ശപഥം ചെയ്തവളാ. നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് ചോദിക്കുകയാ, ആർക്ക് വേണമെങ്കിലും ഞാൻ തരാ, ആരുടെ വീട് വേണമെങ്കിലും ഞാൻ വന്ന് കിടക്കാ, പക്ഷേ ഇവന്റെ തല എനിക്ക് വേണമെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തലമുറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും കടന്നു പോകുമ്പോ ഈ സ്വഹാബി പടച്ചവര് ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് നോക്കാറ്. അല്ലാഹുവേ, മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പെട്ടെന്നൊരു പൊടിയങ്ങൊരു കാറ്റടിക്കുകയാണ്. ഒന്നും കാണുന്നില്ല പടച്ചവര്, കുറച്ച് സമയത്തേക്ക് ഒന്നും കാണുന്നില്ല തമ്പുരാന്. അല്ലാഹുവേ, ഈന്തപ്പന മരത്തിന്റെ മുകളിലിരിക്കുന്ന സ്വഹാബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തൂക്കുമരത്തിൽ കിടന്ന ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. അവിടെ കിടന്ന ജനാസ കാണുന്നില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? എടാ ചെറുപ്പക്കാരാ, നിന്നെ പോലെയുള്ള എത്രയോ ചെറുപ്പക്കാര് നമസ്കരിക്കാതെ പടച്ചവനെ ആണും പെണ്ണും കെട്ട രീതിയിൽ മുടിയും വളർത്തികെട്ട് പള്ളിയുടെ മുന്നിലൂടെ നടന്നാൽ പള്ളിക്കകത്ത് കയറാത്ത സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്ത് കയറുന്ന ചെറുപ്പക്കാരാ, ഇതെല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. അങ്ങനെ കയറുന്നവർക്ക് കേറാത്തവന്റെ നടുവിലൂടെ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞോ ഒരു സമാധാനമില്ലാതെ ഓടിച്ചെന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ നിനക്ക് പടച്ചറപ്പ് ഭക്ഷണം തരികയാ. 2, ഒരു നല്ല മരണമാടാ.
എവിടെയെങ്കിലും കിടന്ന് ചാകുകയല്ല, എവിടെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും കള്ളു കുടിച്ചിട്ട് വ്യഭിചരിച്ചിട്ട് എങ്ങനെയെങ്കിലും കിടന്ന് ചാവുകയല്ല. അല്ലാഹു നല്ല ഒരു മരണം നിനക്ക് തരും മോനെ. 3 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ ഹുബൈബിന്റെ ജനാസ മലക്കുകൾ കബറടക്കി. സ്വഹാബാ 5 നേരം നിസ്കരിക്കുന്ന വാപ്പമാരെ, കുടുംബത്തെ വിളിച്ചുണർത്തുന്ന വാപ്പമാരെ, അവസാനം നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് കയറ്റിക്കിടത്തിയിട്ട് വെള്ള തുണിയെടുത്തിട്ട് നിന്റെ ജനാസ പൊതിയുമ്പോ നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ, ഒരു ദിവസം ഈ പള്ളിയുടെ ഏതോ ഒരു ഭാഗത്തിരിക്കുന്ന പൊടിയടിച്ച മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, 6 പേര് 4 പേര് ചുമന്നുകൊണ്ട് നിന്റെ വീടിന്റെ മുന്നിൽ ഒരു ദിവസം കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് നിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് 5 നേരം പടച്ച റബ്ബിന്റെ ഭവനത്തിൽ വന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ ജനാസ മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. ആര് വരണമടാ? നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിന്റെ മയ്യത്ത് നിസ്കരിക്കാ, നിന്റെ ജനാസ കബറടക്കാ. അല്ലാഹുവിന്റെ മലക്കുകൾ വരണ്ടേടാ പൊന്നുമോര്. ഇവിടത്തെ പള്ളിപ്പറമ്പ് മുഴുവനും അള്ളാന്റെ 70,000 മലക്കുകൾ കൊണ്ട് നിറയണ്ടേ. നിന്റെ ജനാസ നിസ്കരിക്കാ 70,000 മലക്കുകൾ ഇറങ്ങണ്ടേ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും പറയാത്ത, ഒരു പാപവും കാടാത്ത, ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ ഈ പള്ളി നിറച്ച് നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കൂടണ്ടേ. അതല്ല തരുന്ന 3ാമത്തെ പ്രതിഫലവാ. അത് നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലവാ. അതെല്ലാവർക്കും കിട്ടുന്നതല്ല, അതെല്ലാവർക്കും കിട്ടുന്നതല്ലോ. അത് 5 വക്കത്ത് നിസ്കരിക്കുന്നവർക്ക് പടച്ചവൻ കൊടുക്കുന്ന ഒരു പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, വാപ്പമാരോട്, വെക്കേഷന്റെ സമയമാണല്ലോ. പടച്ചവനെ, മക്കളുടെ മക്കളൊക്കെ വീട്ടിൽ വരുമല്ലോ. അവസാനം വൈകുന്നേര സമയമാകുമ്പോ ഉമ്മുമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് പറയും, ഉമ്മ എനിക്കൊരു കഥ പറഞ്ഞതാ ഉമ്മ. കൊച്ചുമക്കളൊക്കെ കഥ ചോദിക്കുന്ന കാലവാ. മക്കളൊക്കെ പടച്ചവനെ, മക്കളൊക്കെ വെക്കേഷനായത് കാരണം വീട്ടിൽ വരും. മക്കളുടെ മക്കളൊക്കെ വീട്ടിൽ വന്ന് വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വരുമല്ലോ. ആ സമയത്ത് കഥ ചോദിക്കുമ്പോ കള്ളക്കഥ പറയണ്ട, കള്ളം പറയണ്ട, ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുക്കണ്ട. ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സില്, ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സില് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ല കഥ ഞാൻ പറഞ്ഞു തരാ, ഒരു നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഏത് ചരിത്രമെന്നറിയുവോ? മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, അവിടുന്ന് ഒരു പൊന്നുമോനുണ്ടായിരുന്നു. മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്.
രണ്ടുപേരും വല്ലാത്ത സ്നേഹമാ. അവസാനം മഹാനായ അബൂസിനാ തങ്ങൾ രോഗം പിടിച്ചു, അവിടെ നിന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, അവസാനം എല്ലാവരും കൂടെ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. അവസാനം പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു 11 വയസ്സുള്ള മകനുണ്ടല്ലോ, ഒറ്റയ്ക്ക് പള്ളിക്കാട്ടിൽ നിൽക്കുകയാ. എല്ലാവരും 11 വയസ്സുകാരനെ വിളിച്ച്, എന്തിനാ മോരെ ഇവിടെ നിൽക്കുന്നത്? നിന്റെ വാപ്പയോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ, എല്ലാ സംഘാടകർ പെട്ടെന്ന് ബക്കറ്റ് എടുത്ത് എല്ലാവരും പോക്കറ്റിൽ കൈയിട്. അള്ളാഹുവേ, ഒരു നല്ല മരണം, വേറൊന്നും ചോദിക്കണ്ട, ഒന്നും കിട്ടൂല, വേറെ ഒന്നും നീ അള്ളാഹിനോട് ചോദിക്കണ്ട. പടച്ചവനെ, ഒരു നല്ല മരണം, അള്ളാഹുവേ എനിക്കൊരു നല്ല യാത്രയപ്പ് നൽകണേ എന്ന ഒറ്റ നീയത്തോടെ, ഇന്ന് ഒരൊറ്റ നീയത്തോടെ ഒരു ചെറിയ സദക്കയിട്, വലുതെടുക്കണ്ട. നിന്റെ കയ്യിലുള്ള ഒരു ചെറുതെടുത്ത് നീട്. അല്ല, നീ സമ്പാദിച്ചത് മുഴുവൻ അള്ളാഹ് ഞാൻ നിനക്ക് തരാം, ഒരു നല്ല മരണം തരണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? നീ അള്ളാഹിനോട് പറയാ, ഞാൻ സമ്പാദിച്ച കോടാനുകോടി രൂപ, വീടും പറമ്പും എല്ലാം നിനക്ക് തരാം അല്ലാഹ്, വെള്ളിയാഴ്ച സുജൂദി കിടക്കുമ്പോൾ ഒന്ന് മരിപ്പിക്കാൻ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഒരു നല്ല സദക്ക, എല്ലാവരും ഒരു നല്ല സദക്ക എടുത്തിട്ട് ബക്കറ്റ് ഇട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക കൊടുക്കുന്നോ, കരുണക്കടലായ അല്ലാഹുവേ, ഈ സദക്ക കൊടുക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിന്റെ കരുണ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്നേഹം വാങ്ങാൻ, പടച്ചവന്റെ കാരുണ്യം നിനക്ക് നേടിയെടുക്കാൻ നിനക്ക് കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? നീ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കടേ.
നിന്റെ മുന്നിൽ അള്ളാന്റെ ഖുർആൻ ഓതിയാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ നിശബ്ദമായിരുന്ന ആ ഖുർആൻ നീ ഒന്ന് കേൾക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുകയാണ്, പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ. അവിടെ നിന്ന് ഓതുന്ന സമയത്ത് നീ മിണ്ടാതിരുന്നിട്ട് അത് ശ്രദ്ധയോടുകൂടി കേൾക്കണേ. അല്ലാഹുവേ, അങ്ങനെ നീ കേട്ടാൽ പടച്ചവൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഖുർആൻ ഓതുന്നത് നിശബ്ദമായിരുന്നു കേൾക്കുന്നത്? അതിന്റെ അർത്ഥം ചിന്തിക്കുന്ന എത്ര പേരാണുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും നിങ്ങളും ഫാത്തിഹ ഓതുന്നവരാണ്. ഈ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന എത്ര പേരാണുള്ളത്? മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ ഫാത്തിഹ ഓതാറുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, ഫഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, ഖുർആൻ ഓതിയ നിങ്ങൾ എന്ത് ചെയ്യണം? നിശബ്ദമായിരുന്ന് കേൾക്കണം. അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കണം. എങ്കിൽ അല്ലാഹു നിന്നോട് കരുണ കാണിക്കും. ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന എത്ര പേരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന എത്ര പേരുണ്ട്? എത്ര കാലം മുതലാ നീ ആ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി ഇലക്ഷന് നിൽക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ എങ്ങനെ ഇലക്ഷൻ ആണോ? അല്ല, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റ് ഖതീബിന്റെ തെറ്റ് കണ്ടുപിടിക്കണ മഹാന. പള്ളിയിലെ ഖതീബിന്റെ ഫാത്തിഹ ഇമാം ഓതുമ്പോ തെറ്റ് കണ്ടുപിടിക്കണ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഇവനെ വിളിച്ചിട്ട് ഫാത്തിഹയുടെ അർത്ഥം ഒന്ന് ഓതരാന്ന് പറഞ്ഞ ഓതു. ഫാത്തിഹയുടെ അർത്ഥം പറയാൻ അറിയാവോ? ഇവൻ ആ ഉസ്താദിന്റെ തെറ്റ് കണ്ടുപിടിക്കണം. പണ്ട് നമ്മുടെ നാട്ടില് ഒരു ഉസ്താദിന്റെ തെറ്റ്, തറാവിക്ക് ഉസ്താദ് വല്ലുഹ മുതൽ താഴോട്ട് ഓതുമ്പോ പള്ളിയിലെ സെക്രട്ടറി അത്ര നല്ല ഉസ്താദുമായിട്ട് അത്ര നല്ലല്ല, എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് പറഞ്ഞു വിടണം. അങ്ങനെ തറാവിക്ക് ഉസ്താദ് നിസ്കരിക്കുമ്പോ ഇയാള് ഖുർആനും കൊണ്ട് വീട്ടിലിരിക്കുക, തെറ്റ് കണ്ടുപിടിക്കുക. നിസ്കരിക്കാനൊന്നും പോയില്ല, അവിടെ ഇരുന്ന് കണ്ടുപിടിച്ചു. വീട്ടിൽ ഇരുന്നിട്ട് ഉസ്താദിന്റെ തെറ്റ്, കാരണം ഈ ചെറിയ സൂറത്താകുമ്പോ യാസീൻ ഓതാൻ പറഞ്ഞു. എല്ലാവർക്കും യാസീൻ ഓതാൻ അറിയാം. എന്നാൽ യാസീൻ ഓതിയിട്ടൊന്ന് നിസ്കരിച്ചു നോക്കിയ തെറ്റു. ഏറ്റവും അറിയുന്ന സൂറത്തുകൾ ചിലപ്പോ തെറ്റുപറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഉസ്താദ് ഇങ്ങനെ വല്ലുഹായ്ക്ക് താഴെ ഓതുമ്പോ ഒരു തെറ്റുപറ്റി, ഇദ്ദേഹം കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം പെണ്ണും പിള്ളയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന തറാവിയുടെ സമയത്തിരിക്കുക, രണ്ടും കൂടെ ഒരുമിച്ച്. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? ഭാര്യയും കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ മൊബൈലിൽ പിടിച്ച് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? വെളിയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഖതീബ് ഓതുന്നത് തെറ്റാ. അവസാനം ഇത് ഉസ്താദിന്റെ ചെവിയിലെത്തി. ഉസ്താദ് എന്ത് ചെയ്യുന്നറിഞ്ഞു? ഉസ്താദ് ഇശാ നിസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാവരോടും പറഞ്ഞു, പലരും എന്റെ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്, ഞാൻ രാജിക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ മഹലിന്റെ ഭാരവാഹികളിൽ നിന്ന് എന്റെ രാജിക്കത്ത് സ്വീകരിക്കാൻ വരുന്ന ആള് ഞാൻ പറയുന്ന ഖുർആനിലെ ഒരായത്ത് ഓതണം, എങ്കിൽ എന്റെ രാജി തരാം. ഞാൻ പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് തെറ്റാതെ ഓതിയ എന്റെ രാജിക്കത്ത് ഞാൻ തരാം. അവനെ പേടിക്കാവൂ, പക്ഷെ ഒരായത്ത് ഓതണം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്നു. ഉസ്താദ് ഖുർആനിലെ ഒരായത്താ പറഞ്ഞു കൊടുത്തത്. നിങ്ങളും വീട്ടിൽ പോയിട്ട് ഓതാൻ പറ്റുമോ എന്നൊന്ന് ഖുർആൻ എടുത്ത് വെച്ച് നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ പോയിട്ട് നോക്കോ? വീട്ടിൽ പോയിട്ട് നോക്കോ? ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മറിയം, സൂറത്തുൽ മറിയമിന്റെ ഒന്നാമത്തെ ആയത്തെടുത്ത് വെച്ചിട്ട് നിന്നെ കൊണ്ട് ഓതാൻ പറ്റുമോ ഇല്ലയോ നോക്ക്. ഓതാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനുമായിട്ട് കുലബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ആയത്ത് ഓതാൻ പറ്റൂ. കാരണം 5 അക്ഷരം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് 5 അക്ഷരം മാത്രമേ ഉള്ളൂ. അത് ഓതണമെങ്കിൽ ഖുർആൻ ഓതാൻ തന്നെ അറിയണം. ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാൾക്കേ അത് ഓതാൻ പറ്റത്തുള്ളൂ. ഞാൻ ആയത്ത് ഓതുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കട്ടാ. സൂറത്തുൽ മറിയം, സൂറത്തുൽ മറിയമിന്റെ ഒന്നാമത്തെ ആയത്ത് ആരോടെങ്കിലും ചോദിക്കാതെ നിനക്ക് സ്വന്തമായിട്ട് ഓതാൻ കഴിയുമോ എന്ന് നോക്ക്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ എത്ര കാലം കണ്ട് കേൾക്കണം. ഉസ്താദ് അവിടെ ഇന്നുകൊണ്ട് നരകത്തിന്റെ ഖബർ ഓതുമ്പോഴും വലിയ ചർച്ചയാ. മരണത്തിന്റെ ആയത്ത് ഓതുമ്പോഴും. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവനെ അവിടുന്ന് ഓതുമ്പോൾ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ, അല്ലാഹുവേ 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്നാട്. 30 കൊല്ലം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുന്ന അലിയാർ നിങ്ങൾ പറയുകയാണ്. 6 സമയങ്ങളിൽ സംസാരിച്ചാൽ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. ആ 30 വർഷത്തെ അമല് നഷ്ടപ്പെടുത്തി കളയുന്ന 6 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ? ഖുർആൻ ഓതുന്ന സമയമാ. ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ച് ഓതിക്കൊണ്ടിരുന്നിട്ട് അതിന്റെ ഇടയിൽ ദുനിയാവിന്റെ കാര്യം പറയുന്നവന്, അതിന്റെ ഇടയിൽ ഇരുന്ന് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവന് 30 കൊല്ലം നീ ചെയ്ത അമലാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ കരയണം ചെറുപ്പക്കാരാ. അതിന്റെ അർത്ഥം ചിന്തിക്കണം ചെറുപ്പക്കാരാ. അതിന് ആലിമാകണമെന്നില്ല, പണ്ഡിതനാകണമെന്നില്ല. ചില ആയത്തിന്റെ അർത്ഥം പഠിക്കാതെ തന്നെ മനസ്സിലാകുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇതിന്റെ അർത്ഥം ആരും പറഞ്ഞു തരണ്ട. എല്ലാവർക്കും അറിയാം മരണത്തിന് വേദനയുണ്ടെന്ന അല്ലാഹു പറയുന്നത്. അല്ലാഹുവേ, ആയത്ത് ഓതുമ്പോ ഞാൻ മരിക്കേണ്ടവനാണല്ലോ, മരണത്തിന് വേദനയുണ്ടല്ലോ എന്നോർത്തിട്ട് നമ്മളെ കൊണ്ടൊന്ന് കരയാകടിയുവോ? അല്ലാഹുവേ, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ സിറാത്തിനെ കുറിച്ച്, മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഭയപ്പെടുത്തുന്ന ആയത്തുകൾ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയുന്നില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു സൂറത്ത് ഓത് സഹാബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ചെറിയ സൂറത്ത് ഓതാ പറയുകയാണ്. അവിടുന്ന് സ്വഹാബികൾ ഓതുകയാണ്. പടച്ചവനെ, മുത്തുനബി കരയാൻ തുടങ്ങി. സ്വഹാബി ഖുർആനിലെ സൂറത്ത് ഓതിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് കരഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ ഇരുന്ന് കരയുകയാ. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, സ്വഹാബാ, എന്തേ നിങ്ങൾ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ, ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതും പറഞ്ഞു, ഓതു സഹാബാ. അതേ സൂറത്ത് രണ്ടാമതും ഓതി. പ്രവാചകൻ കരഞ്ഞു, കൂടെ സഹാബത്തും കരഞ്ഞു. കരയാത്തവരോട് പിന്നെയും ചോദിച്ച്, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ. മുത്തുനബി അവരോട് പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, കരച്ചല് വരുന്നില്ലേ? ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്ക സ്വഹാബാ. അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരും സ്വഹാബാ. മഗ്രിബ് കഴിഞ്ഞ സീരിയലിന്റെ മുന്നില്, ടിവിയുടെ മുന്നിലിരുന്നിട്ട് സീരിയൽ കണ്ട് കരയുന്ന ഉമ്മ, നിനക്കിത് തിരിയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഈ സൂറത്ത് ഓതുമ്പോൾ ഒന്നുകിൽ നീ കരയണം, അല്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണം. നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. കരയാൻ കഴിയോ, കരയാൻ കഴിയോ? എപ്പോഴും ഉസ്താദന്മാര് ഓതുന്ന കേൾക്കുന്ന സൂറത്താ, നിനക്ക് കാണാതെ അറിയുന്ന സൂറത്താ. ഈ സൂറത്ത് ഓതിയിട്ട് കരവാപ്പാ. നാട്ടുകാരൻ വീട്ടുകാരെ കാണാറല്ല, പടച്ചവര് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ആയത്ത് ഓതിയിട്ടിരുന്ന് കരയണം വാപ്പാ. നിന്റെ പാപം അല്ലാഹു പുറത്തു തരികയാ. ഇന്ന് പ്രായം ചെന്ന വാപ്പയും അമ്മയും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഈ ഉമ്മാനറിയാ, ഇവള് പണത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്, ഇവള് കരയുന്നത് കള്ളക്കരച്ചലാ. ഇതറിയുന്ന ഉമ്മയല്ലേ ഇരുന്ന് കരയുന്നത്, ഇതറിയുന്ന വാപ്പയല്ലേ ഇരുന്ന് കരയുന്നത്. നിങ്ങൾക്കൊക്കെ എന്തു പറ്റി വാപ്പാ? എന്തേ സംഭവിച്ചു പോയത്? നിന്റെ ഉമ്മയല്ലേ, നീ നല്ല ഒരു ഉമ്മാടെ മകനല്ലേ, ഒരു നല്ല ഉമ്മച്ചിയുടെ മകനല്ലേ. അല്ലാഹുവേ, നീ ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ ഉമ്മാരെ കണ്ട് വളർന്നവനല്ലേ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ നിസ്കാരപ്പായിലിരുന്നിട്ട് നിന്റെ ഉമ്മ യാസീൻ ഓതുമായിരുന്നല്ലോ, വാക്യ ഓതുമായിരുന്നല്ലോ, സൂറത്തു സജദ ഓതുമായിരുന്നല്ലോ, സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നല്ലോ, സൂറത്തുർ റഹ്മാൻ ഓതുമായിരുന്നല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇത്രയും സൂറത്ത് ഓതുന്ന ഉമ്മാനെ കണ്ട് വളർന്നവന്, ആ ഉമ്മയുടെ വയറ്റിൽ പിറന്നവര്, എന്തേ വാപ്പാ നീ ഇന്നത് മറന്നുപോയത്? ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുകയാ. എത്ര പുണ്യമായ സമയമാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാ. എല്ലാവരും സീരിയലിന്റെ നടിമാരുടെ പേരറിയാത്ത ഉമ്മമാരുണ്ടോ? ഓരോ സീരിയലിന്റെ സമയവും അതിന്റെ നടിമാരെയും ഉമ്മമാർക്കറിയാ. എങ്കിലും പെങ്ങളെ, ഖുർആനിലെ ഒരു സൂറത്ത് അറിയുന്ന എത്ര ഉമ്മമാരാ? യാസീൻ തെറ്റാതെ കാണാതെ ഓതാനറിയുന്ന, സൂറത്തുൽ വാഖിയ ഓതാനറിയുന്ന, സൂറത്തുൽ മുൽക്ക് ഓതാനറിയുന്ന. ഇതൊക്കെ നിനക്ക് നേട്ടമുള്ള സൂറത്തല്ലേ, ഇതൊക്കെ നിനക്ക് നേട്ടമുള്ളതാണ്. സൂറത്തുൽ വാഖിയ ഓതിയാ ദാരിദ്ര്യം മാറുമല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികളുമായി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മസ്ഊദ് തങ്ങളെ കാണാ വരികയാണ്. വല്ലാത്ത പ്രയാസമാണ്. പെരുമറഞ്ഞ പെമ്മക്കള് വളർന്നു നിൽക്കുകയാ. വിവാഹ പ്രായമെത്തിയ പെമ്മക്കള്, ഭാര്യയുണ്ട്. പടച്ചവനെ കയറി കിടക്കാൻ ഒരു നല്ല വീടില്ല, കയ്യിലാണെങ്കിൽ പൈസയുമില്ല. ആ സമയത്ത് ഉസ്മാന് തങ്ങള് ചോദിക്കുന്നു, ഇബ്നു മസ്ഊദേ, കുറച്ചു പൈസ ഞാൻ തരട്ടെ, ഭാര്യക്കും മക്കൾക്കും പ്രയോജനം ചെയ്യുമല്ലോ. മസ്ഊദ് തങ്ങള് കിടന്ന് കരയുകയാ. ഉസ്മാനേ, എന്നോട് നീ ഇത് ചോദിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്നോട് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നു, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹുവേ, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പെമ്മക്കളെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. ഈ സൂറത്ത് എന്റെ മക്കൾ ഓതാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കും. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പാ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക,
നോക്ക്. ഉമ്മമാരോട് എന്റെ പെൺമക്കളെ എങ്ങനെ കെട്ടിക്കും വാപ്പാ? ഇന്ന് നിനക്ക് ടെൻഷനാണ്. ആകെയുള്ളത് ഒന്നാണ് രണ്ടാണ് എങ്കിൽ 5 പെൺമക്കളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് നിന്റെ വാപ്പാ. നീ പഴയ ആൾക്കാരെ നോക്ക്. പടച്ചവനെ 6ഉം 7ഉം പെൺമക്കളെ കെട്ടിച്ചു വിട്ട വാപ്പമാരുണ്ടായിരുന്നു. പക്ഷേ നിനക്ക് ഒരെണ്ണവേ ഉള്ളു. വല്ലാത്ത ടെൻഷനാ. അതുകൊണ്ട് നീ രാപ്പകലുകൾ കിടന്ന് പരക്കം പായണ്ട. എന്റെ ഉമ്മമാരോട് പറയുന്നു, പൊന്നുമോളോട് പറ സൂറത്തിൽ വാക്യ ഓതാൻ. ഏതുമ്മ പറയാരാ? ഇന്ന് പൊന്നാര മകളുടെ കൂടെ ടിക്ടോക്ക് ചെയ്യുന്ന ഉമ്മയുടെ കാലമല്ലേ. 18 വയസ്സുകാരിക്ക് പക്വതയില്ലെന്ന് പറയാ. 18ഉം 20ഉം വയസ്സുള്ളവൾക്ക് പക്വതയില്ലെന്ന് പറയാ. 40 തികഞ്ഞ മുടി നിറച്ച കബറിൽ കാലും നീട്ടിയിരിക്കുന്ന എന്റെ ഉമ്മയ്ക്ക് പക്വതയായില്ലെങ്കിൽ അല്ലാഹുവേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിം പെണ്ണ് തന്റെ അതാ ഔറത്ത് പോലും വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രമെടുത്ത് ആണുങ്ങൾ മുണ്ടുമടക്കി കുട്ടുന്നത് പോലെ അല്ലാഹുവേ തന്റെ വസ്ത്രമെടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ലൈക്ക് തെണ്ടുകയല്ലേ. വീടുകൾ തോറും കേറിയിറങ്ങിയിട്ട് പിച്ച തെണ്ടുന്നത് പോലെ അല്ലാഹുവേ ഏതെങ്കിലും ഒരു കോമാളിത്തരമെടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ട് ലൈക്ക് തെണ്ടുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, തെണ്ടിക്കോടി പൊന്നുമോളെ, നിനക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിയമങ്ങളൊക്കെ നിന്റെ ഭാഗത്താണ്. അല്ലാഹുവേ പറയാ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. പറഞ്ഞാ നിങ്ങൾ പടച്ചവനെ ഞങ്ങൾക്കെതിരെ തിരിയുവല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ ചെയ്ത് എല്ലാം തീർന്നു കഴിയുമ്പോ വത്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ലൈക്കൊക്കെ തെണ്ടി തീർന്നു കഴിയുമ്പോ അവസാനം തിരിച്ചങ്ങ് റബ്ബിന്റെ മുന്നിലേക്ക് ഒരു ദിവസം പോകുവടി പൊന്നുമോളെ. ഷെയർ ചെയ്തവൻ വരില്ലല്ലോ, ലൈക്ക് അടിച്ചവൻ വരില്ലല്ലോ, കമന്റ്സ് ഇട്ടവൻ വരില്ലല്ലോ. അല്ലാഹുവേ ഒരാളും നിന്റെ കൂടെ വരില്ലല്ലോ. അന്ന് കാണാടി പൊന്നുമോളെ, അന്ന് കാണാമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സീരിയലിന്റെ ലോകത്താണ്. അല്ലാഹുവേ ഉസ്മാൻ തങ്ങളോട് പറയുകയാ, എന്റെ പെമ്മക്കളി സൂറത്ത് ഓതുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. എനിക്കുതിൽ യാതൊരു പ്രയാസവുമില്ല. എനിക്ക് 5 നയാ പൈസ വേണ്ട. ഈ സൂറത്താ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സൂറത്തിൽ മുൽക്ക് ഖബർ പ്രകാശിക്കുന്ന സൂറത്താ. സൂറത്തുർ റഹ്മാൻ മലക്കുകളെ വീട്ടിലേക്ക് വരുന്ന സൂറത്താ. സൂറത്തുൽ ബഖറ ശൈത്താന്റെ ശർറ് പോകുന്ന സൂറത്താ. ഇതൊക്കെ അറിയാത്ത ഏത് മുസ്ലിമാ ഉള്ളത്? പക്ഷേ ഓതാറില്ലല്ലോ, സമയമില്ലല്ലോ, കരച്ചലാണല്ലോ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടുള്ള കരച്ചലല്ലോ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയായിരുന്നപ്പോ പണ്ടുള്ള പെങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. മഹ്ദി നഫീസത്തുൽ മിസ്രിയ, കാസർഗോഡിന്റെ പരിസരത്തുള്ള പെങ്ങള്, നിന്നെ പോലെ വികാരമുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, മോഹങ്ങളുണ്ടായിരുന്നു. നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള പെണ്ണായിരുന്നു. നീ വിചാരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളെന്ന്. എങ്കിൽ നഫീസാന അറിയുവോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ, മിസറിന്റെ മാണിക്യവാ. പോയി നോക്കടി പൊന്നുമോളെ. ഇന്നും നഫീസത്തുൽ മിസ്രിയുടെ ഖബർ കാണാ ചെന്നാൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാ. വില കൂടിയ പൂക്കൾ കൊണ്ട് നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ പരിസരം മുഴുവനും അവിടെ അലങ്കരിച്ചിരിക്കുകയാ. ആ നഫീസത്തുൽ മിസ്രി ഉണ്ടല്ലോ,
അള്ളാന്റെ ഖുർആനിലെ ഈ സൂറത്ത് കേട്ടപ്പോഴാ, അള്ളാന്റെ ഖുർആനിലെ ഈ സൂറത്തുണ്ടല്ലോ, മുത്തുനബി കരയണമെന്ന് പറഞ്ഞ, മുത്തുനബി കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞ ഈ സൂറത്ത് ഓതിയിട്ട് അവിടെന്ന് അർത്ഥം പറഞ്ഞപ്പോ പ്രവാചകൻ അവിടെന്ന് ഓതുകയാണ്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് ഓതി കഴിയുമ്പോ, ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണുമ്മ, നഫീസ ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവരെ വഴുത് കെടിഞ്ഞെല്ലാവരും പിരിഞ്ഞുപോയി. എന്തേ പറഞ്ഞത്? ഖബറിനെ കുറിച്ചാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ ഈ സൂറത്താണ് അർത്ഥം പറഞ്ഞു കൊടുത്തത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവരെ തന്റെ കുടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, മുസല്ലയെടുത്ത് വലിച്ചെറിഞ്ഞു. അല്ലാ, വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധം എടുത്തു. എന്നിട്ട് നിസ്കരിച്ച സ്ഥലത്ത് ആരും കാണാതെ വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചുമ്മാ. ഒരു പെണ്ണാരും കാണാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് അതിരാത്രി ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് ഖബറ് കുഴിക്കുകയാ. ഈ നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന് ധൈര്യമുണ്ടോ പള്ളിപ്പറമ്പിൽ പോയിട്ട് കുഴിയെടുക്കണ്ട, നിന്റെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കാൻ? നീ സീരിയൽ കണ്ടിട്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറ് കുഴിക്കുമ്പോ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. കണ്ണുനീരിങ്ങനെ മണ്ണിലേക്ക് വീഴുകയാണ്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ കുഴിക്കുന്നത്, ഖബറല്ലേ കുഴിക്കുന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ അല്ലാഹുവേ, ഖബറ് കണ്ടാ കരയട്, ഖബറ് കണ്ടാ കരയട്. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ കരഞ്ഞുകൊണ്ട് ഖബറ് കുടിക്കുകയാണ്. തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഖബറിന്റെ അകത്ത് മണ്ണുപോലും നനയുകയാ. അല്ലാഹുവേ, എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി കിടത്തുവല്ലോ, എന്നെ ഇതിനകത്തിട്ട് മൂടുവല്ലോ. ഇതിനകത്ത് പാമ്പുകളുണ്ടല്ലോ, ഇതിനകത്ത് തേളുകളുണ്ടല്ലോ, ഇതിനകത്ത് പുഴുക്കളുണ്ടല്ലോ, എന്നെ തിന്നുവല്ലോ അല്ലാ. നഫീസത്തുൽ മിസ്രിയ കരയുകയാ. കാരണം വലിയ വലിയ പാമ്പുകളും തേളുകളും ഖബറിന്റെ അകത്തുണ്ടല്ലോ. പടച്ചവരെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്.
ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയിട്ട് 3 പലകയെങ്ങാടം മാറ്റിയാ കണ്ണ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുവല്ലോ, ചുണ്ട് പുഴുക്കുവല്ലോ. ദിവസങ്ങൾ കഴിയുമ്പോൾ ബലൂണ് വീർക്കുന്നത് പോലെ വയറ് വീർത്ത് വന്ന് പലകയിൽ ഇങ്ങനെ തട്ടിയിട്ട് പിന്നെ പൊങ്ങാ സമയമില്ലാതെ പൊട്ടിച്ചിതറുവല്ലോ. എന്തേ ചിന്തിക്കാത്തത്? നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണ് കബർ കുടിക്കുമ്പോ കരഞ്ഞത് ഇത് പറഞ്ഞിട്ടാട്. അവസാന കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാന കബർ ഉദ്ഘാടനം ചെയ്യണമല്ലോ. ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്, ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്. മുസല്ല എടുത്തുകൊണ്ട് കബറിന്റെ അകത്തിറങ്ങി, സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ അകത്തിറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച് 10,000 റക്അത്താ കബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അല്ലാഹുവേ, അത് മാത്രമല്ല, വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് കബറിന്റെ അകത്ത് ഖുർആനുമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അതിനകത്തിരുന്ന് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ 114 അധ്യായങ്ങള്, 6666 ആയത്തുകള് ആ കബറിന്റെ അകത്തിരുന്ന് ഓതാ തുടങ്ങി. 1 അല്ല 10 അല്ല 50 അല്ല 100 അല്ല 1000 അല്ല 4000 പ്രാവശ്യം ഖത്തമോദി തീർത്തുമ്മ. 4000 ഖത്തമാ ഓതിയത്. നീ ഒരെണ്ണ ഓതിയാ മതിയടാ ചെറുപ്പക്കാരാ. ഈ പ്രായത്തിന്റെ ഇടയില്, എടാ ഈ പ്രായത്തിന്റെ ഇടയില് 20, 25, 30 തികഞ്ഞ ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുകയാ, അല്ലാഹു തന്ന 30 കൊല്ലത്തിന്റെ ഇടയില് എടാ ഒരു പേജ് വെച്ചെങ്കിലും ഓതാ കഴിഞ്ഞിട്ടുണ്ടോ? മോനെ, ഒരു ഖത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഓതിയിട്ടുണ്ടോടാ? എങ്ങനെ രക്ഷപ്പെടാനാടാ ചെറുപ്പക്കാരാ? പെങ്ങന്മാര്, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, 4000 ഖത്തം കബറിന്റെ അകത്തിരുന്ന് ഓതി തീർത്തു. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രി ഉറങ്ങാതെ നിസ്കാരവും ഖുർആനും സ്വലാത്തുകളുമാണ്. അവസാനം അവിടുന്ന് രോഗമായി അല്ലാഹുവേ വീടിന്റെ അകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ, എന്ത് കോലമാണ് നഫീസ, നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണ് കുടിഞ്ഞു പോയല്ലോ, എല്ലും തോലുമായല്ലോ. അല്ലാഹുവേ, എന്തിനാ നീ ഇങ്ങനെ ഉറക്കമൊഴിയുന്നത്? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടപെട്ട് നിനക്കൊന്ന് നോമ്പ് പിടിച്ചുകൂടെ? നിനക്കൊരല്പനേരം ഉറങ്ങിക്കൂടെ? നഫീസ കരയുകയാ, നഫീസത്തുൽ മിസ്രിയ കരയുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? 30 കൊല്ലം ഞാൻ എന്തിനാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം നോമ്പുകാരിയായി മരിക്കാരാ. 2, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം. അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം. 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇതാണ്. കുടുംബക്കാര് പിരിഞ്ഞു പോയി. അവസാനം മരണമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥ വന്നപ്പോ, നഫീസത്തുൽ മിസ്രിയ സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു.
കുളിച്ചു, സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അതാ മലക്കുൽ മൗത്തിനെ കാത്തു കിടക്കുമ്പോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ എന്ന് അസ്റായീൽ വന്ന് വീടിന്റെ വെളിയിൽ നിന്ന് പറയുകയാണ്. അവിടുന്ന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണമെന്നാണ്. എന്റെ പെങ്ങളെ മരിക്കുന്ന ദിവസം നോമ്പായിരുന്നടി മോളെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. അല്ലാഹുവേ, 30 കൊല്ലത്തെ ഒരു അഭിലാഷമാണ് നടന്നിരിക്കുന്നത്. കാലിന്റെ തള്ളവരിൽ നിന്ന് മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 4000 പ്രാവശ്യം ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമൂദിയതല്ലേ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പെങ്ങളെ മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്തേതാ? നിന്നെ പോലെ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതിയ ആയത്തേതാ? ലഹും ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്തൂതിയിട്ട് പച്ചപ്പറവയെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽബൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യരോതുമ്പോ, ഏതെങ്കിലും ഒരു പെണ്ണോതുമ്പോ അവളുടെ കണ്ണ് നിറഞ്ഞാൽ അവളുടെ പാപം അല്ലാഹു പൊറുക്കുകയാ, അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ